സമാധാന നോബൽ സമ്മാന ജേതാവായ മരിയ കൊറിന മച്ചാഡോ ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെയാണ് വെനിസ്വേലൻ പ്രതിഷേധ നേതാവുമായ മച്ചാഡോ ഇസ്രയേലിനുള്ള പിന്തുണ പ്രഖ്യാപിച്ചത്. ഗാസ വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേലി ബന്ദികളുടെ തിരിച്ചുവരവിനെ മച്ചാഡോ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇറാൻ ഇസ്രയേലിനും വെനിസ്വേലയ്ക്കും ഭീഷണിയാണെന്ന് വിശേഷിപ്പിച്ച മച്ചാഡോ ഇറാനെതിരെ ഇസ്രയേലിന്റെ നടപടികളെ അഭിനന്ദിക്കുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്ത നെതന്യാഹു മച്ചാഡോയുടെ നൊബേൽ വിജയത്തെ അഭിനന്ദിക്കുകയും ജനാധിപത്യവും സമാധാനവും പ്രോത്സാഹിപ്പിക്കാനുള്ള അവരുടെ ശ്രമങ്ങളെ പ്രശംസിക്കുകയും ചെയ്തു. 2 വർഷം നീണ്ടുനിന്ന വിനാശകരമായ ഗാസ യുദ്ധത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം 67,000-ലേറെ പേർ കൊല്ലപ്പെടുകയും 2 ലക്ഷത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ആയിരക്കണക്കിന് ആളുകളെ കാണാതാവുകയും ചെയ്തിരുന്നു. ഗാസയുടെ 90% തകർന്ന് തരിപ്പണമായി. ഗാസക്കെതിരെ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തി 20 ലക്ഷത്തിലേറെ ഫലസ്തീനികളെ പട്ടിണിക്കിടുകയും വെള്ളവും വൈദ്യുതിയും മരുന്നുകളും അടക്കമുള്ളവ നിഷേധിക്കുകയും ചെയ്ത ഇസ്രയേലിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവ് ഇസ്രയേലിനുള്ള പിന്തുണ പ്രഖ്യാപിച്ചത്. തന്റെ പ്രസ്ഥാനം അധികാരത്തിൽ വന്നാൽ ഇസ്രയേലിലെ വെനിസ്വേലയുടെ എംബസി ജെറുസലേമിലേക്ക് മാറ്റുമെന്ന് പ്രഖ്യാപിച്ച മച്ചാഡോ അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മിലെ, മുൻ ബ്രസീൽ പ്രസിഡന്റ് ജെയർ ബോൾസനാരോ എന്നിവരുൾപ്പെടെ ഇസ്രയേൽ അനുകൂല നിലപാടുകൾ സ്വീകരിച്ച മറ്റ് ലാറ്റിൻ അമേരിക്കൻ നേതാക്കളോടൊപ്പം ചേർന്നു. ഇറാനുമായും ഇസ്രയേലിയൻ മറ്റ് എതിരാളികളുമായി ബന്ധം നിലനിർത്തുന്ന നിലവിലെ വെനിസ്വേലൻ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രയേലുമായും നെതന്യാഹുമായും കൂടുതൽ അടുത്ത ബന്ധം പുലർത്താൻ മച്ചാഡോ വളരെ കാലമായി ശ്രമിക്കുന്നു.